അന്ന് സൈദലി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, നാളെ മദ്രസയിൽ വരുമ്പോൾ ഖുർആൻ കൊണ്ടിടണം. ഈ അനുഭവം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പരമ്പര മുന്നോട്ട് പോയാൽ 48ാമത്തെ ഉസ്താദിന്റെ പേരാണ് സാദിഖ് അബ്ദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലെങ്കിൽ 51ാമത്തെ ഉസ്താദിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ചെയ്ത സംബന്ധിച്ച കാര്യങ്ങളും ഈ 48 അല്ലെങ്കിൽ 47 50 ചില്ലനം പരമ്പരകളിലൂടെ കിട്ടിയതാണ്. ഖുർആനും അതിൽ ഞങ്ങൾക്ക് ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവരുടെ ഇസ്ലാമിന്റെ ബലം എന്ന് പറയുന്നത് അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ കറുത്തിട്ട് പുതിയതായിക്കോട്ടെ അതാണ്. അപ്പൊ അദ്ദേഹം ഹദീസ് മുഴുവനും തള്ളും. ഈ ഹദീസ് തള്ളുന്ന പ്രസ്ഥാനമൊക്കെ വളരെ അപകടകരമായിട്ടുള്ള സംഗതിയാണ്. ഹദീസ് തള്ളുന്നതിന് അർത്ഥം അറിയാം, നിങ്ങൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്നല്ലേ അതിന്റെ പരോക്ഷമായ അർത്ഥം. എന്തിനാണ് കൂടുതൽ സംസാരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം സ്ഥാനത്താണ്. ഞങ്ങളും അല്ലാഹുവും തമ്മിലുള്ള കണക്ഷന്റെ ഇടയിൽ അങ്ങനെ ഒരു സാന്നിധ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് തന്നെ അല്ലേ പറയാതെ പറയുന്നത്? ആ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയാതെ കാമിലാവാത്ത നിസ്കാരം ഇസ്ലാമിലെ രണ്ടാമത്തെ നിർബന്ധമാകുന്ന കാലത്തോളം ലാ ഇലാഹ ഇല്ലല്ലയുടെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടെങ്കിൽ മാത്രം മുസ്ലിം ആകുന്ന കാലത്തോളം അല്ലേ പറയുന്നത്? ആ വ്യക്തിയാണ് ബുഖാരിയുടെ ഒട്ടനേകം ഹദീസുകൾ, ഞാൻ പറയുന്നത് ഒട്ടനേകം ഹദീസുകളെ തള്ളിക്കൊണ്ട് ഈ ആയത്ത് ഓതുന്നത്. മർക്കതിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിന് നാശം. പക്ഷെ ഈ മർക്കതിന്റെ അർത്ഥം എന്താ പറയുക? ഏതായാലും പറയണല്ലോ, നമ്മളൊരു വലിയ വിഷയം ഉണ്ടാകുമ്പോഴാണ് അതുവരെ ഉള്ളതൊക്കെ ആശ്വാസമാണ് മനസ്സിലാവലുന്നത്. മനസ്സിലായി? ഇപ്പൊ നമ്മളോട് ചിലപ്പോ പറയില്ല, കൗൺസിലിംഗിന് പോയാൽ തൽക്കാലം എനിക്കിപ്പോ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള പ്രശ്നം എനിക്ക് തൽക്കാലം ഉള്ളൂ. കാരണം വലിയൊരു പ്രശ്നം എനിക്ക് ഉണ്ടായാൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നതും ഒരു പ്രശ്നമായി എനിക്ക് തോന്നുക തന്നെയില്ല. ഇപ്പൊ നമുക്ക് വെറുതെ ടെൻഷനാണ്. എന്താ ടെൻഷൻ അറിയാം? നെറ്റ് സ്ലോ ആയ ടെൻഷനാണ്, ഡൗൺ ആയ ടെൻഷനാണ്. 5G 4G ഇങ്ങനെ ആനന്ദം പെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പെട്ടെന്ന് ഹാങ്ങായി. നമുക്ക് ഇന്റർനെറ്റ് ഡൗൺ ആയ പ്രശ്നമാണ്. അപ്പുറത്തുണ്ടാവും കൊതുകിന്റെ നെറ്റ് തെരുവിൽ കിടക്കുന്നതിന് വേറൊരു പ്രശ്നം. അതാണ് റിയൽ പ്രശ്നം. ഇവിടെയും നെറ്റാണ് പ്രശ്നം, തെരുവിലെ നെറ്റാണ് പ്രശ്നം. ഇവിടെ ഇന്റർനെറ്റ്, അവിടെ കൊതുകിന്റെ നെറ്റ്. അപ്പൊ ഈ അടച്ചിട്ട AC മുറിയിൽ മറന്നു കിടന്നിട്ട് വയർ നിറച്ച് ഭക്ഷിച്ച് വയറ് തടവിയിട്ട് സുഖലോലുപതയുടെ പളപളപ്പിൽ അഭിരമിച്ചു കൊണ്ടിരിക്കെ ലോകം എന്തൊക്കെയാവുന്നു എന്നൊരു കൗതുകത്തിന് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം 10 സെക്കൻഡ് നേരത്തേക്ക് ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആയാൽ ഉണ്ടാവുന്നത് പ്രശ്നം അല്ലെന്ന് മനസ്സിലാവാൻ ഇവൻ തെരുവിൽ കിടക്കുകയും കൊതുകിന്റെ കുത്തുകൊള്ളുകയും ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യത്തത് വലിയ ആനന്ദമായിരിക്കും. നെറ്റ് ഡൗൺ ആയത് ഒരു പ്രശ്നമല്ല, ജസ്റ്റ് എക്സാമ്പിൾ. വലിയ പ്രശ്നം വരുമ്പോൾ അതിന്റെ മുമ്പുള്ള ചെറിയ പ്രശ്നം ആനന്ദമായി തോന്നും. ഇവരൊക്കെ പറയുന്നത് എന്താ അറിയോ? എന്ന് പറയുന്ന ഈ ആയത്ത് അവരുടെ ഖബറിൽ ശിക്ഷയുണ്ട് എന്നതിനോട് എതിരാവുന്നില്ല. ശേഷമുള്ളതിന്റെ കാഠിന്യം നോക്കുകയാണെങ്കിൽ അവർ ഖബറിൽ വെച്ച് അനുഭവിക്കുന്നത് ഒരു മയക്കം പോലെയാ. ഒരഭിപ്രായം അങ്ങനെ. ഏതായാലും ഈ പറയുന്ന കക്ഷികളെക്കാളൊക്കെ എത്ര പ്രമുഖരാണ് ഇവർ. സഹാബികൾ പോലും അതിലുണ്ട്. മറ്റൊരു അഭിപ്രായം അന്ത്യനാൾ ആകുവോളം ഉറങ്ങും. രണ്ടഭിപ്രായമാണ് കാര്യമായിട്ടുള്ളത്. ഇസ്രാഫീൽ സുറന്ന കാഹളത്തിൽ ഊതുവോളം ശിക്ഷ അനുഭവിക്കും, രക്ഷയും അനുഭവിക്കും. എന്നിട്ട്
ഇസ്രാഫീലിന്റെ ഊത്തുണ്ടായാൽ പിന്നെ ഒന്നാമത്തെ ഊത്തും രണ്ടാമത്തെ ഊത്തും. ഒന്നാമത്തെ ഊത്തിൽ ഈ ലോകം മുഴുവനും തകരും, അല്ലേ, എല്ലാം നിന്നുപോകും. പിന്നെ രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് എല്ലാം പുനരുത്ഥാനം രണ്ടാമത് ഉണ്ടാകുന്നത്. ഈ ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിൽ എല്ലാവരും ഉറങ്ങുന്നതായിരിക്കും. ശിക്ഷ അനുഭവിക്കുന്നവർ ഉറക്കത്തിലേക്ക് പോകും, നേരെ മറിച്ച് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവർ ഉറക്കത്തിലേക്ക് പോകും. കാരണം ഈ എല്ലാ കൊല്ലവും ഫുൾ നോമ്പ് നൽകുന്ന ഒരു ശീലകളെ സംബന്ധിച്ചിടത്തോളം ഷാബാൻ 29-ന് നോമ്പ്. കാരണം എന്താ, റമദാനിക്ക് ഒരു പ്രത്യേക ഒരു ബഹുമാനം കിട്ടണം എന്ന് പറഞ്ഞ പോലെ അദാവും ജസാവും, സ്വർഗവും നരകവും ഇവിടെ നാളെ പിറ്റേന്ന് മഹ്ശറിൽ തീരുമാനമാകാൻ പോവാണ്. അപ്പൊ ഖബറിൽ ശിക്ഷ അനുഭവിച്ചോടെ നിൽക്കുന്ന ആൾക്ക് ഒരു ശിക്ഷയിലേക്ക് തന്നെ വരുമ്പോൾ ഒരു പുതുമയില്ല. ഒരു ശിക്ഷയെ തോന്നണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകണം. ഖബറിൽ നിയമത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാള് നാളെ സ്വർഗം കിട്ടാൻ പോവാണ് അടുത്ത ഘട്ടത്തിൽ. അപ്പൊ അതിന്റെ ഇടയിൽ അതൊരു അനുഗ്രഹമായി തോന്നണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകണം. അതിനുവേണ്ടി രണ്ട് ഊത്തിന്റെ ഇടയിൽ ഈ രണ്ട് കക്ഷികളെയും ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ഊത്തിൽ അവർ മഹ്ശറിലേക്ക് വരുമ്പോൾ അവർ പറയുന്നതാണ് ഞങ്ങളുടെ ഈ സുഖകരമായ നിദ്രയിൽ നിന്ന് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചതാരാണ്, ഞങ്ങളുടെ നാശമേ എന്നവർ പറയും. അദ്ദേഹം അല്ലെങ്കിൽ ആ കക്ഷികൾ ഇത് കേൾക്കാൻ കൂട്ടാക്കില്ല. ഹദീസിൽ എങ്ങനെയുണ്ടല്ലോ